ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറ പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഈ വീടിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരുമ്പോഴേക്കും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പറയുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ പറഞ്ഞാൽ തൃപ്പൂണിത്തുറയിലെ പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും 3.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇവിടെ തൊട്ടടുത്തുള്ള ബസ് റൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ബസ് റൂട്ടുകൾ കിട്ടുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള ഒരു ബസ് റൂട്ടിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ 500 മീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുകൂടാതെ നമുക്ക് വൈക്കം സൈഡിലുള്ള ഒരു ബസ് റൂട്ട് ഉണ്ട്. അവിടേക്കാണെങ്കിൽ നമുക്ക് വെറും 100 മീറ്റർ സഞ്ചരിച്ചാൽ എത്തിപ്പെടാവുന്നതാണ്. കാക്കനാട് ഇൻഫോ പാർക്ക് സൈഡിലേക്കും അതുപോലെ കളക്ടറേറ്റ് ഭാഗങ്ങളിലേക്കൊക്കെയാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ വെറും 12 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. അതുപോലെ വൈറ്റില ഹബിലേക്ക് നമുക്ക് 9 കിലോമീറ്റർ കൊണ്ട് ട്രാവൽ ചെയ്ത് എത്താവുന്നതാണ്. ഇടപ്പള്ളി ഭാഗത്തേക്ക് ലുലു മാളിന്റെ സൈഡിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 15 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് ഏകദേശം 1 അവറിൽ താഴെയാണ് വരുന്നത്. 50 മിനിറ്റ്സ് ട്രാവൽ ചെയ്താൽ എയർപോർട്ടിലേക്ക് നമുക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാവുന്നതാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് ഒരു പക്ക റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ചുറ്റിനുമെല്ലാം തന്നെ നിറയെ വീടുകളൊക്കെയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിതിന്റെ ഗേറ്റിൽ നിന്നും മതിലിൽ നിന്നൊക്കെ ആദ്യം തുടങ്ങാം. പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈനിൽ തന്നെയാണ് ഇതിന്റെ മതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് മെയിൻ ആയിട്ട് മതിലിന് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും മറ്റേ ഒരു സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലും ലേസർ കട്ട് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം കുറച്ച് ഭംഗിയായിട്ടുള്ള ടെക്സ്റ്റൈൽ വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ അകത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലൈഡിംഗ് ഗേറ്റ് നമുക്ക് നീക്കിയിട്ട് വീടിനകത്തേക്ക് നമ്മൾ നേരെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇതിനൊരു വലിയ മുറ്റമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാർ പാർക്കിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസ് ഇവിടെ കാണാം. ഈ ഒരു നേരെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യാം, സൈഡിലായിട്ട് മറ്റൊരു കാറും പാർക്ക് ചെയ്യാം. ടോട്ടൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ ലഭിക്കുന്നത്. നേരെ കയറി വന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, അവിടെ ആയിട്ടൊരു കിണറുണ്ട്. അപ്പൊ നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെല്ലുണ്ട്. അതുകൂടാതെ KWയുടെ കണക്ഷൻ ഉണ്ട്. ഇങ്ങനെ 2 ഫെസിലിറ്റികളാണ് നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. വീടിന്റെ ഒരു റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, നല്ല രീതിയിൽ തന്നെ നല്ല വിഡ്ത്ത് ആയിട്ട് നല്ല സ്പേസ് ഇട്ടിട്ടാണ് വീടിന്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലെല്ലാം തന്നെ കടപ്പ സ്റ്റോൺസ് വിരിച്ചിട്ട് നമുക്കിനി അവിടെ ചെയ്യാനായിട്ട് ആ ഒരു ചെറിയ നമ്മളുടെ ഗ്രാസ് പിടിപ്പിക്കുന്ന ഒരു വർക്ക് മാത്രമാണ് ഇനി നമുക്ക് പെൻഡിങ് ഉള്ളൂ. ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൂടെയൊക്കെ നിങ്ങൾക്ക് പോകുമ്പോഴാണെങ്കിലും കാണാം, നല്ല രീതിയിൽ നല്ല വിഡ്ത്ത് ഉണ്ട്. ഒരു 3-4 പേർക്കൊക്കെ ഒരുമിച്ച് കടന്നു പോകാവുന്ന രീതിയിലുള്ള വിഡ്ത്ത് ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡും വീടിന്റെ സൈഡും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. സെയിം ടൈം നമ്മൾ വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, പകുതി വരെ കടപ്പ സ്റ്റോൺസ് വിരിച്ചിട്ട് ബാക്കിയുള്ള ഏരിയ തന്നെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു വഴി ചെന്ന് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ കുറച്ച് മുമ്പ് നടന്നു വന്നത്. അപ്പൊ നിങ്ങൾക്ക് വീടിന്റെ സറൗണ്ടിങ് ഏരിയാസിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. 2 പില്ലേഴ്സ് നോക്കിയാൽ കാണാം, ഹാഫ് പോർഷൻ വെച്ചിട്ട് ഒരു കോപ്പർ കളറിലുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 4-5 പേരെ വരെ നമുക്ക് ഇവിടെ ഒരു ചെയർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്തൊക്കെ നോക്കിയാലും കാണാം, ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഇതിന്റെ ഒരു സിറ്റ് ഔട്ടിന്റെ മുകൾ ഭാഗവും വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. ഈ കാണുന്നത് വീടിന്റെ മെയിൻ ഡോറാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്കാണ് വീടിന്റെ ഡോറ് ഫേസ് ചെയ്യുന്നത്. ഈ കാണുന്ന ഡോറ് കംപ്ലീറ്റ് ആയിട്ട് ടീക്ക് വുഡ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം ഇവിടുത്തെ ഫ്ലോർ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ കുറച്ച് ഡിസൈനുകളൊക്കെ ആയിട്ടുള്ള ഫ്ലോറാണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കിയാലും കാണാം, ഭംഗിയായിട്ടുള്ള ഡിസൈനുകളൊക്കെ ചെയ്തിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, 2 സൈഡിലായിട്ടാണ് 2 വിൻഡോസും ഓപ്പോസിറ്റ് സൈഡിൽ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് വരുന്നത് നമ്മൾ നേരെ വരുമ്പോൾ നമ്മളെ ഫേസ് ചെയ്തിട്ടാണ്. ബാക്ക് സൈഡിൽ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലുള്ള ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മൾട്ടിവുഡ് കൊണ്ട് ഭംഗിയായ ഡിസൈനിലാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 6-7 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് ലിവിംഗ് റൂമിൽ കിട്ടുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്.
നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു 6 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ടേബിൾ ആണ് ഇവിടെ ഇടാൻ പറ്റുന്നത്. ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് 3 വിൻഡോസ് ഇവിടെ വിസിബിൾ ആണ്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം ഭംഗിയായിട്ടുള്ള റൂഫിംഗ് വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇനി കാണേണ്ടത് ഇവിടുത്തെ വാഷ് ബേസിൻ ആണ്. വാഷ് ബേസിന്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണുന്നത്. കംപ്ലീറ്റ്ലി സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് തന്നെയാണ് ഹാൻഡ് റെയിൽസും ഇന്നർ ചെയ്തിരിക്കുന്ന പാർട്ടുകളൊക്കെ തന്നെ കവർ ചെയ്ത് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് നോക്കുവാണെങ്കിൽ കാണാം ഒരു ബ്ലാക്കിൽ ഡിസൈൻ വരുന്ന ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് അത് മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വാഷ് ബേസിൻ വരുന്നത് ആ ഭാഗത്തായിട്ടാണ്. അവിടെയും ഒരു വുഡൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ നമുക്ക് താഴെ ഒരു ബെഡ്റൂമാണ് കിട്ടുന്നത്. ഈ കാണുന്നതാണ് ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ. ഈ ഒരു റൂമിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യത്തിന് സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ഒരു സിംഗിൾ കോട്ടാണ്. ഇവിടെ നമുക്ക് 2 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ഭാഗത്ത് 3 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ടുള്ള ഒരു വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഈ ഒരു വീടിന്റെ ഈ ഒരു മുറിയുടെ റൂഫുകളെല്ലാം പ്ലെയിൻ ആയിട്ടാണ്, യാതൊരു വർക്കുകളും ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര് ആവശ്യപ്പെടാറുണ്ട് റൂഫിൽ വർക്കുകളൊന്നും ഇല്ലാതെ ഒരു വീട് വേണമെന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടും ആപ്റ്റ് ആയൊരു വീട് തന്നെയാണിത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടുത്തെ ടൈലുകളുടെ കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ ലൈറ്റ് ആൻഡ് ഡാർക്ക് സിൽവർ കളർ ആയിട്ടാണ് ടൈലുകളുടെ ഒരു കോമ്പിനേഷനൊക്കെ കളർ കോമ്പിനേഷൻ വരുന്നത്. ഇവിടുത്തെ സാനിറ്ററി ഐറ്റംസ് എല്ലാം തന്നെ ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ താഴത്തെ ഫ്ലോറിൽ കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചണിന്റെ ഡോർ നോക്കിയാൽ നമുക്ക് കാണാം കവേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാഫ് ഗ്ലാസിലും ഹാഫ് വുഡിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ കിച്ചൺ ആണ്. ഒരു ഫാമിലിയിലുള്ള 2-3 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് കിച്ചണിൽ കിട്ടുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഫ്ലോർ കുറച്ച് ഗ്രിപ്പുള്ള ടൈലാണ്, കുറച്ച് ഡിഫറെന്റ് ആയ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കിയാൽ കാണാം ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളറാണ് ഷെയ്ഡ് വരുന്നത്. ഇവിടെ നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജിനൊക്കെ ആയിട്ട് മുകളിലും താഴെയൊക്കെ ആയിട്ട് ധാരാളം സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ മുകൾ ഭാഗത്ത് വന്നിട്ടും പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ഡോർ തുറന്ന് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിരുന്നു ഇവിടെയൊക്കെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഫ്യൂച്ചറിൽ ഒരു വർക്ക് ഏരിയ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് നമുക്ക് നേരെ നോക്കിയാൽ കുറച്ച് ഓപ്പണിങ്സ് കാണാവുന്നതാണ്. നമുക്ക് അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഇടാം, ഇല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് സ്പേസ് നമുക്ക് അങ്ങനെ കീപ്പ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ചെറിയ ഹാള് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് TV യൂണിറ്റ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. സ്റ്റെപ്പ് കയറി നേരെ വരുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഏകദേശം നമുക്ക് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇതാണെന്ന് പറയാം. അത്യാവശ്യത്തിന് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ആപ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ഡബിൾ കോട്ട് ആണ്. അതുപോലെ ഇവിടെ 2 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്ത്തിലും വിഡ്ത്തിലും ഒക്കെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ താഴെ കണ്ടത് പോലെ തന്നെയാണ്, ബട്ട് ഒരു ചെറിയ ഡിഫറൻസ് വരുന്ന ടൈലാണ്. കളർ കോമ്പിനേഷൻ വരുന്നത് വൈറ്റ് ആൻഡ് സിൽവർ കളറാണ്. ഈ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ കണ്ട ഈ ഒരു ഹാളിലേക്കാണ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്കിനി 2 റൂമുകൾ കൂടി ആയിട്ടാണ് കാണാനുള്ളത്. ഈ കാണുന്നത് ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം ആണ്. ഒരു ചെറിയ സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഒരു സിംഗിൾ കോട്ടായിരിക്കും നമുക്കിവിടെ ആപ്റ്റ് ആയിട്ടുള്ളത്. 2 സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ വിൻഡോസ് ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടുത്തെ റൂഫുകളിലൊന്നും യാതൊരു വർക്കുകളും ചെയ്യാതെ പ്ലെയിൻ ആയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇവിടുത്തെ ടൈലുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ താഴെ ഒരു ബെഡ്റൂം കണ്ടു, മുകളിൽ 2 ബെഡ്റൂമുകൾ കണ്ടു, ടോട്ടൽ 3 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൂടി ഒരു റൂം കിട്ടുന്നുണ്ട്. നമുക്കിത് ബെഡ്റൂം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, റീഡിംഗ് റൂം ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും നമ്മളുടെ ഒരു ചോയ്സും കൺവീനിയൻസും ഒക്കെ അനുസരിച്ച് നമുക്ക് ഈ റൂം യൂസ് ചെയ്യാവുന്നതാണ്. നേരെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ആയിട്ട് 2 സൈഡിലും 3+2 എന്നുള്ള രീതിയിലാണ് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ റൂമാണ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതിന് നമുക്ക് കൺവെർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നിന്നും തുറക്കുന്ന ഈ ഒരു ഡോറ് നേരെ വരുന്നത് നമ്മുടെ ബാൽക്കണി സ്പേസിലേക്കാണ്. താഴെ നിന്നുള്ള പില്ലറിന്റെ കണ്ടിന്യൂഷൻ ടെക്സ്ചർ വർക്കോട് കൂടിയ പില്ലർ മുകളിൽ വരെയാണ് വന്നു നിൽക്കുന്നത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഔട്ടർ ഫ്രെയിം ഇട്ട് കവർ ചെയ്തിട്ട് അതിനുള്ളിലെല്ലാം ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് സേഫ് ആയിട്ട് കവർ ചെയ്ത് വന്നിരിക്കുന്നത്.
ഇനി നമുക്ക് ഇവിടെ ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ് കാണാനുള്ളത്. ഈ 3 റൂമുകളും കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ഇവിടുത്തെ ഹാളിൽ വന്നു. ഇവിടെ നിന്ന് തുറക്കുന്ന ഒരു ഡോർ കൂടിയാണ് നമുക്കിത് നോക്കാനുള്ളത്. ഇത് വന്നിട്ട് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. സ്റ്റെയർ കേസിന്റെ ആ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് കണ്ട ഈ ഒരു വീടിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ നിന്ന് ഓരോ സ്ഥലത്തേക്ക് എത്താനുള്ള ദൂരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവിടെ നിന്ന് എല്ലാ സ്ഥലത്തേക്കും എത്തിപ്പെടാവുന്നതാണ്. തൃപ്പൂണിത്തുറ ഭാഗത്ത് ഒരുപാട് പേരാണ് നമുക്ക് ദിവസം എന്ന് പറഞ്ഞതുപോലെ തന്നെ വീടുകൾ അന്വേഷിച്ച് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറ്റിയ ഒരു ബഡ്ജറ്റിനകത്ത് എന്തുകൊണ്ട് സ്വന്തമാക്കാവുന്ന ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഇതിന്റെ ബാക്കിയൊരു ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 3.5 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂമുകൾ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടും ഒരു ബെഡ്റൂം നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് എന്ത് പർപ്പസിന് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന മനോഹരമായ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് 80 lakhs rupees ആണ്. 80 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഈ ഭംഗിയുള്ള വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.